ാതെ സ്വന്തമായി നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നവരെ അഭയാർത്ഥി ക്യാമ്പുകൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ സ്ഥലങ്ങളിലെ അവര് കൊടുക്കുന്ന വാക്കത്തിൽ കൊടുക്കുന്ന ചോറും കറിയും കഴിച്ചുകൊണ്ട് നല്ല കട്ടിലിൽ AC റൂമിൽ കിടന്നുറങ്ങിയ അനേകം ആൾക്കാരെ എവിടെയാണോ കിടക്കുന്നതെന്ന് പോലും അറിയാൻ മേലാതെ കിടക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം നമ്മെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ദൈവസഭയെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിസ്സാരമായിരിക്കാൻ കഴിയത്തില്ല. ഞാന് ഇവിടുന്ന് കോട്ടയത്തു നിന്ന് കണ്ണൂർ പോയപ്പോൾ ഓർത്ത് കർത്താവേ കണ്ണൂര് ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ് ഓർത്തു. ഞാൻ കോട്ടയത്തു നിന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഈ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ അതിനകത്ത് വെള്ളം കയറി. അപ്പോൾ ഓർത്ത് എന്റെ കർത്താവേ നീ വെള്ളം കയറുന്നതിന് മുമ്പ് ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലോ, നന്ദി എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ വീടിന്റെ 2 കിലോമീറ്റർ ഇല്ല, 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീടാണ്. കഴിഞ്ഞ ദിവസം മഴയത്ത് 2 നില കെട്ടിടം പിങ്ക് കളറിലുള്ളത്, അതിലെ മണ്ണ് വീണ് 1 വർഷം പോലും ആയില്ല അത് പണിത് കഴിഞ്ഞിട്ട്, അവര് കേട്ട് താമസിച്ചിട്ട് അത് മുഴുവനും താഴെ വീണ് ചേട്ടന്റെ അനിയന്റെ വീട് നശിച്ചുപോയി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ പോയി അത് കാണാനിടയായി തീർന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖം തോന്നി. എത്രയോ ആഗ്രഹത്തോടെ ഉണ്ടാക്കിയ ഒരു വീടാ, കേറി താമസിക്കാൻ പോലും നല്ലപോലെ ഒന്ന് താമസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അടുത്ത ദിവസം അവരുടെ മകന്റെ വിവാഹത്തിനുള്ള പരിപാടികൾ അവിടെ വീടിന് പന്തലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ, ദൈവമക്കളെ, മനുഷ്യരുടെ ജീവൻ നമ്മളിവിടെ എന്തല്ല സ്ഥിരവാസികളല്ല. There is no guarantee for the life of the people. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ എന്തില്ല, യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. താണ പ്രദേശം വെച്ചാൽ വെള്ളം കയറും, ഉയർന്ന പ്രദേശത്ത് പോയാൽ ഉള്ളു പൊട്ടിച്ചാകും, കടൽ തീരത്ത് പോയാൽ സുനാമി അടിച്ചാകും, വഴിയുടെ സൈഡിൽ കൂടെ നടന്ന വണ്ടി അടിച്ചാകും. എവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് പറയാൻ മേലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മള്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ദൈവമക്കൾക്ക് ഒരു കാര്യം ഓർത്തുകൊള്ളണോ, എപ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവൻ ചോദിച്ചാലോ തമ്പുരാന്റെ അടുക്കൽ പോകുവാനുള്ള ഒരുക്കം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത അതിശക്തമായ ധൈര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് മരണഭയമില്ല. ഹല്ലേലൂയ. കാരണം എബ്രാഹിമിനകത്ത് പറയുന്നുണ്ട്, മരണഭയത്തിൽ നിന്ന് ദൈവത്തിനെ വിടുവിച്ചത്. മരണഭയം എന്ന് പറയുന്നത് ഭയങ്കര ഭയമാണ്. എന്തെല്ലാം ഉണ്ടായാലും മരണഭയം കയറിയാൽ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല, നല്ലപോലെ കഞ്ഞിയാണെങ്കിലും കുടിക്കാൻ പറ്റത്തില്ല. എന്നാൽ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ശരിയാ, മരണഭയം മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുകൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. തമ്പുരാൻ എപ്പം വിളിച്ചാലും പോകാൻ തയ്യാറായിരുന്നോണം. അതെങ്ങനെയാണെന്ന് തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ചിലപ്പോ അടിച്ചായിരിക്കോ, ചിലപ്പോ വണ്ടി ഇടിച്ചായിരിക്കോ, ചിലപ്പോ നേരെ ഇങ്ങനെ താഴോട്ട് പോയായിരിക്കോ, അതെങ്ങനെയും ആയിക്കൊള്ളട്ടെ. പക്ഷേ വി ഷുഡ് ബി ഓൾവേസ് റെഡി. ആമേൻ. ഇപ്പൊ നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി ദൈവജനത്തിൽ ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കും. യോഹന്നാൻ 9-ന്റെ The Gospel of John chapter 9 verse 31. ഇവിടെ കുരുടനായിരുന്ന ഒരു വ്യക്തിയുടെ അനുഭവമാണ് അവൻ പറയുന്ന, അവന്റെ വാചകമാണ് ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. ഈ 9-ാം അധ്യായം പൃഥ്വിയിലെ കുരുടനായ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിന്റെ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിച്ചാൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 36 അത്ഭുതങ്ങൾ നമ്മുടെ ബൈബിളിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 35 നമുക്കെല്ലാം ഇഷ്ടമുള്ളത് സാരമാണ്. 35 അത്ഭുതങ്ങൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഒരത്ഭുതം മിക്കവാറും ആർക്കും ഇഷ്ടമല്ല. എന്തായിരിക്കാം അത്ഭുതം? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിലും പറയാൻ 5 വർഷം വരികയൊക്കെ ഞാൻ തന്നെ പറയാം. യേശു കർത്താവ് നടന്നു പോകാൻ നേരം അത്തിയെ നോക്കി, അത്തിയിൽ വൃക്ഷമൊന്നുമില്ലാതിരുന്നിട്ട് യേശു കർത്താവ് അവയെ അതിനെ ശാസിച്ചപ്പോൾ അത് വേരോടെ ഉണങ്ങിപ്പോയി. അങ്ങനെ 36 അത്ഭുതങ്ങളെ എവിടെ പറയുന്നുണ്ട്? യേശു ചെയ്തതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷങ്ങളില് അത്രമേ യേശു ചെയ്തുള്ളൂ.
അല്ലവയല്ല. യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്, യേശു ഇത് മാത്രമല്ല ചെയ്യുന്നത്, യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കാൻ പോയാൽ ഈ ലോകത്തിലെ പുസ്തകങ്ങളൊന്നും തികയത്തില്ല. അത്രമാത്രം അത്ഭുതങ്ങൾ ഈ 3.5 വർഷം കൊണ്ട് യേശു ചെയ്തു. യേശുവിന്റെ അത്ഭുതങ്ങളെ ഒരു 6 വിധത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ അത്ഭുതം യേശു വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 2 യേശു പള്ളിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 3 യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 4 യേശു മരുഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ. 5 യേശു സെമിത്തേരിയിൽ ചെയ്ത അത്ഭുതം. 6 യേശു കർത്താവ് വിൽഡർനെസ് മരുഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ. ഇങ്ങനെ 6 അത്ഭുതമായിട്ട് യേശുവിന്റെ അത്ഭുതങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. നാം ഇവിടെ വായിച്ച അത്ഭുതം ഏത് ഗണത്തിൽപ്പെടുന്നതായിരിക്കാം? ഇവിടെ വായിച്ച പിറവിയിലെ കുരുടനായിരുന്ന വ്യക്തിയുടെ കണ്ണു തുറന്നത് എവിടെ വെച്ച് നടന്നതായിരിക്കാം? വീട്ടിൽ വെച്ചാണോ? പള്ളിയിൽ വെച്ചാണോ? മരുഭൂമിയിൽ വെച്ചാണോ? വെള്ളത്തിൽ വെച്ചാണോ? അല്ല, പിന്നെ എവിടെ വെച്ചായിരിക്കാം? റോഡിൽ വെച്ച്. യേശു നടന്നു പോകാൻ നേരം അവൻ അവിടെ ഇരുന്ന് 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് യേശു ചെയ്തൊരു അത്ഭുതമാണ് നാം ഈ വായിച്ചത്. അത്ഭുതം വളരെ അർത്ഥവത്തായ അത്ഭുതമാണ്. അനേകം ആൾക്കാരുടെ സംഭാഷണം ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ സംഭാഷണം പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാരുടെ സംഭാഷണം പറഞ്ഞിട്ടുണ്ട്, പരീശന്മാരുടെ സംഭാഷണത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. എന്നാ വലിയവനായ പരിശുദ്ധാത്മാവ് ഈ എളിയവനായ ഈ കുരുടനായ കണ്ണു തുറക്കപ്പെട്ട ഈ വ്യക്തിയോട് സാക്ഷ്യവും രേഖപ്പെടുത്താൻ മറന്നുപോയില്ല. എന്താ അവന്റെ സാക്ഷ്യം? എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തൊരു കാര്യമാ, അത് സത്യമാണ്. എന്താ വായിച്ചത്? അവന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോ അവനെ കൊണ്ട് ആൾക്കാർ പരീക്ഷന്മാർ ഇങ്ങനെ ഓടി നടക്കുക. അപ്പന്റെ അമ്മയുടെ അടുത്ത് ഇത് ചോദിക്കുന്നു, ഇവനാണോ നിന്റെ മോനെ? അവർക്ക് നേരെ പറയാമായിരുന്നു ഇവൻ എന്റെ മോൻ തന്നെയാണെന്ന്. അവര് പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവരോട് പോയില്ലേ. അതിന്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പേടിച്ചിട്ടാ പറയാതിത്. കാരണം സ്വന്തം മോന്റെ കണ്ണ് കാണാൻ മേലാതെ ഇരുന്നവനാണ് ഇത്രയും നാളും. അവന്റെ കണ്ണ് തുറന്നപ്പോഴെങ്കിലും ഈ തന്തയ്ക്ക് തവയ്ക്ക് പറയേണ്ടതാ, ഇവൻ എന്റെ മോൻ തന്നെയാ, അവൻ കണ്ണ് കാണാത്തവനായിരുന്നു, അവന്റെ കണ്ണ് കാണാൻ കഴിഞ്ഞു എന്ന് ധൈര്യത്തോടെ പറയേണ്ടതാ. പക്ഷെ അവിടെ പറയുന്നത് പള്ളിക്കാരെ പേടിച്ച് അവര് പറഞ്ഞില്ലെന്ന്. യേശുവിന്റെ പേര് പറഞ്ഞാൽ, യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്നും മുടക്കും. ചത്താലും കുഴപ്പമില്ല, ചെറുക്കന്റെ കണ്ണ് കണ്ടില്ലാലും കുഴപ്പമില്ല, പള്ളിയിൽ നിന്ന് മുടക്കാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാ. എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാ. യേശുവിനെ ഇഷ്ടമാ, യേശുവിന്റെ സൗഖ്യം ഇഷ്ടമാ, യേശുവിനെ വിളിക്കുന്നത് ഇഷ്ടമാ. പക്ഷെ ധൈര്യത്തോടെ യേശുവാണ് കർത്താവ് എന്ന് പറയാൻ എല്ലാവർക്കും പേടിയാ. പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോകും. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഈ തള്ളയ്ക്കുന്നതിന്റെ അസുഖം ഇത് തന്നെയായിരുന്നു. എന്നാൽ ചെറുക്കനൊരു കാര്യം പറഞ്ഞു, അവൻ തന്നെയാണ് എന്റെ കണ്ണു തുറന്നത്, അവന്റെ ശിഷ്യനാണ് ഞാന്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വന്ന് കണ്ടു. അവൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ വിഷയം. എന്താ അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞ കാര്യം ഇതാണ്, തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എങ്ങനെയാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്? നമുക്കെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, നമ്മളെല്ലാം ധാരാളം പ്രാർത്ഥിക്കാറുണ്ട്. ഇതുവരെയും മഞ്ഞും വെയിലും കാണാത്ത ഇഷ്ടംപോലെ പ്രാർത്ഥനകളുമുണ്ട്. ചില ഭാഷമാര് പറയാറുണ്ട്, 2017 കിട്ടിയില്ലെങ്കിൽ 18 കിട്ടുമെന്ന്. 18ന്റെ അവസാനത്തെ വീണ്ടും പറയും 18 കിട്ടിയില്ലെങ്കിൽ 19 കിട്ടുമെന്ന് പറയും. അപ്പൊ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ ലോട്ടറിക്കാരന്റെ കാര്യം പറഞ്ഞ പോലെ പോവുകയല്ലാതെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി കണ്ട് ഈ ആയുസ്സിൽ സന്തോഷിക്കാൻ പലപ്പോഴും നമുക്ക് അറിയാറില്ല. എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവത്തിന്റെ കുറവാണോ? അതോ നമ്മുടെ പ്രാർത്ഥനാ കുറവുകളാണോ? നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ കുറവാണോ? നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ? നോ 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 നോ, ഒന്നുമല്ല. There is a condition. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിരിക്കും. നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നിരിക്കും. എപ്പോൾ തരും? അതാണ് പ്രശ്നം. ആ വാക്യത്തില് ആ കാഴ്ച പ്രാപിച്ച ഗുരുടൻ പറയുന്നൊരു കാര്യമുണ്ട്. വിനോദാറ്റ് നമുക്കറിയാം. എന്താ നമുക്കറിയാവുന്നത്? ഒന്ന്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. 2, ആരുടെ പ്രാർത്ഥന കേൾക്കും? ദൈവത്തിന്റെ ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. 3, അവൻ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പോൾ ആരുടെ പ്രാർത്ഥന കേൾക്കുന്നത്? പാപിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. യഹോവ ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും.
അവന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കും. അല്പമായി നമുക്കൊന്ന് നോക്കാം, ഒറ്റമായി ഒന്ന് വിശദീകരിക്കാം. കാരണം എന്താണേലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമല്ലോ. കഴിഞ്ഞ വർഷം വി സുഖാവൻ അഷൂറൻസ് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നൊരു ഉറപ്പോടുകൂടെ മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ. ഞാനും പ്രതീക്ഷിച്ചതല്ല ഇന്നിവിടെ കടന്നു വരാമെന്ന് നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമാണ് കൊണ്ടുവന്നതെങ്കിൽ ദൈവത്തിന് ഉദ്ദേശമൊന്നുണ്ട്. ഈ വചനത്തിൽ കൂടെ ദൈവം തമ്പുരാൻ നമ്മോട് ഇടപെടട്ടെ. ഇവിടെ പറയുകയാണ്, പാപികളുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ഹലോ, നിങ്ങൾക്കറിയാമല്ലോ, ഞാനെ പഠിപ്പിക്കുന്ന ഒരാളാ. അപ്പൊ പഠിപ്പിക്കുന്ന സിസ്റ്റം പ്രസംഗിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പൊ പാപിയുടെ പ്രാർത്ഥന നമ്മൾ പാപികളാണോ? ആണോ അല്ലയോ? ഇപ്പൊ അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? കേൾക്കുന്നുണ്ട്. ഭാവികളല്ല, ആരും ഭാവികളല്ല, ഒരു പാവം ചെയ്യത്തില്ല. ചില ദൈവമേ, എത്രയോ ഭക്തന്മാർ നമ്മളെ, എത്രയോ നല്ലവരാ. അങ്ങനെയാണ് ചാലക്കുടിയില് നമ്മുടെ കുരിമൂല അനുഗ്രഹ ചർച്ച മാത്രമേ ഉള്ളൂ. ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞ വിശുദ്ധന്മാരെ കൊണ്ട് നമ്മളെല്ലാം വിശുദ്ധരാ. ഓക്കെ, അച്ഛൻ പറഞ്ഞ് അനുവദിച്ചു. നമ്മൾ പാപം ചെയ്യത്തില്ലെന്നില്ല, നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നവരാ? പാപം ചെയ്യുന്നവരാ. പക്ഷെ പാപത്തിൽ തുടരുന്നില്ല. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടി പറയാം. രണ്ട് മൃഗങ്ങൾ ഒരു ചെളിവെള്ളത്തിൽ വീണു, ഒരാട്ടും കുഞ്ഞും വീണു, ഒരു പന്നിക്കുഞ്ഞും വീണു. എന്നാ സംഭവിക്കും? എന്തോ സംഭവിക്കും? ഒരാട്ടും കുഞ്ഞും ആടും പന്നിയും കൂടെ വെള്ളത്തിൽ വീണ എന്നാ സംഭവിക്കും? ചെളിവെള്ളത്തിൽ വീണ. ഹലോ, ആട്ടുംകുഞ്ഞ് എന്നാ എടുക്കും? എന്റെ പൊന്നെ, എന്നാ സുഖമാണ്, നല്ല തണുപ്പുണ്ടല്ലോ, എന്നാ പിന്നെ ഒന്ന് അടിയിൽ കൂടെ ഒന്ന് പോയിട്ടൊക്കെ ഒന്ന് നല്ലപോലെ ചെയ്യാന്ന് പറഞ്ഞ് ആടുവോ? ഇല്ല. ചെയ്യുവോ? ഇല്ല. ആട്ടുകുഞ്ഞ് എന്നാ എടുക്കും? എങ്ങനെയും ചാടി കയറി കല്ലിന്റെ മണ്ടേ കല്ലിട്ട് രണ്ട് കുടയിലൊക്കെ കുടഞ്ഞിട്ട് ചെളി കളയും. പന്നിക്കുഞ്ഞി അറിയാലോ. എന്റെ പൊന്നെ, ദൈവം തന്നെ തന്നെ നല്ലൊരവസരം എന്ന് പറഞ്ഞ് അതിന്റെ അകത്തൂടെ ഇങ്ങനെ ഏത്തേക്കിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് വെള്ളത്തിൽ കൂടെ മുങ്ങി പൊങ്ങി ഒന്നുകൂടെ ചാടി വെള്ളം ഒന്നുകൂടെ കലക്കിയിട്ട് ഒന്നുകൂടെ ചാടും. ഇതാണ് ദൈവമക്കളും മറ്റൊരു നമ്മുടെ വ്യത്യാസം. ദൈവമക്കളെ വെള്ളത്തിൽ ചാടും. ചെളി വെള്ളത്തിൽ ചാടാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ട്. വെള്ളത്തിൽ ചാടിയാൽ അതിന്റെ അകത്ത് കിടന്നിട്ട് കുളിച്ച് പൊങ്ങി ചാടി നീന്തി കുളിച്ച് നടക്കുകയല്ല, ചാടി കര കയറിയിട്ട് കുടഞ്ഞു കളയും. അപ്പൊ നമ്മളെല്ലാം ആരാ? നമ്മളെല്ലാം പാവികളാ. പക്ഷെ പാപത്തിൽ എന്ത് ചെയ്യുന്നില്ല? തുടരുന്നില്ല. നമ്മളാരും പാപത്തില് തുടരുന്നില്ല. എന്താ പാപം? അതറിഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ. എന്താ പാപം? പാപിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് അത്ര ശക്തിയോടുകൂടെ ബൈബിളിൽ പറയണമെങ്കിൽ പാപം എന്താന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താ പാപം? ഒരു കാര്യം ഒന്ന് ആദ്യമേ പറയാം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടെങ്കിലും കാരണം ഇങ്ങനെ രണ്ടു കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് നേരത്തെ. കാരണം ഇത് നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത സാധനം പറയാൻ പോകുന്നത്. പക്ഷെ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇതിന്റെ അത് വന്നിരിക്കുക പാപിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അതെന്താണെന്ന് നമ്മൾ അറിയണം. എന്താ പാപം? എന്താ പാപത്തിന് നിർവചനം? ബൈബിളിലെ ഒരു 3-4 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇതാണ് പാപം. നോക്കിയേക്കാം. ഒന്ന് വായിച്ച് 1 യോഹന്നാൻ 3:4 വായിച്ച്. 1 യോഹന്നാൻ 3:4. അപ്പൊ പാപം എന്താണ്? അധർമ്മം. ധർമ്മത്തിന് വിരുദ്ധമായി ചെയ്യുന്നത് എല്ലാമേ പാപമാണ്. ധർമ്മത്തിന് വിരുദ്ധം, എത്തിക്സിനെതിരായിട്ട് ചെയ്യുന്നതെല്ലാം എന്താ? പാപമാണ്. അത് പാപം. അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കും, ധർമ്മത്തിന് വിരുദ്ധമായി ചെയ്യുന്നതെല്ലാം എന്താ? പാപമാണ്. 1 യോഹന്നാൻ 5:17 വായിച്ച്. 1 യോഹന്നാൻ 5:17. അപ്പൊ ഏത് നീതിക്ക് നിരക്കാത്തതെല്ലാം എന്താ? പാപമാണ്. നീതിക്കെതിരായിട്ടുള്ളതെല്ലാം പാപമാണ്. നീ അടുത്തതൊന്ന് വായിച്ച്. ജെയിംസ്, യാക്കോബ് 4:17. ജെയിംസ് 4:17. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് എന്താ? നന്മ ചെയ്യണമെന്നറിയാം. എന്നാ പിന്നെ എന്തൊക്കെ ചെയ്യുന്നത്? പിന്നെ ചെയ്യാവുന്ന എന്ന് പറഞ്ഞ് അത് ചെയ്യാതിരിക്കുന്നവൻ അതെന്താ? ആ നന്മ ചെയ്യാതിരിക്കുന്നത്, ചെയ്യേണ്ടവന് ചെയ്യാതിരിക്കുന്നത് അതവന് പാപമാണ്. അപ്പോൾ എന്തെല്ലാം പാപം? അധർമ്മം പാപമാണ്. അനീതി പാപമാണ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. 4ാമത് ഒരു നിർവചനം കൂടെ ബൈബിളിൽ പറയുന്നുണ്ട്. റോമാലേഖനം 14:23. റോമർ 14:23.
എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായതുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒക്കെയോ പാപമാണ്. ഏതൊരു കാര്യം ചെയ്താലോ വിശ്വാസത്തിൽ നല്ലത് ചെയ്യുന്നതെങ്കിൽ അതെന്താ? പാപമാണ്. അതേ ഉള്ളു പാവം. ഈ 4 കാര്യമുള്ള പാവം. അധർമ്മം പാപമാണ്, അനീതി പാപമാണ്, നന്മ ചെയ്യാതിരിക്കുന്ന പാപമാണ്, വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത മാത്രമേ ഉള്ളൂ പാപം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ ശ്രേഷ്ഠന്മാരാ, ഭാഗ്യമുള്ളവരാ. അതല്ല. ബൈബിള് നോക്കുകയാണെങ്കിൽ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യുന്നതും എന്താ? ഒരേപോലെ പാപമാണ്. അങ്ങനെയാണെങ്കിൽ ദൈനംദിനം എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും നമ്മൾ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പാപികളുടെ പ്രാർത്ഥന ദൈവം ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല, ദൈവം കേൾക്കത്തില്ല. അപ്പോ ഈ പാപത്തോടുള്ള ആൾക്കാരുടെ 3 പേരുടെ പ്രതികരണമുണ്ട്. അത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആൾക്കാർ അതിനെ ഈ പാപത്തോട് എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത് 3 പേർക്ക് ചെയ്തുകൊണ്ട്. ഒന്ന്, ചില ആൾക്കാർ പാപം ചെയ്ത് കഴിഞ്ഞ പാടെ എന്ത് ചെയ്യും? മറന്നുപോയ പാപങ്ങൾ അതങ്ങ് മറന്നുപോകും. അപ്പൊ അങ്ങനെയുള്ള പാപങ്ങൾ ഏത് ഗണത്തിലാണ് പെടുത്തുന്നത്? മറന്നുപോയ പാപങ്ങൾ. രണ്ടാമത്തെ പാപമാണ് മറച്ചു വെച്ച പാപങ്ങൾ. ചില പാപങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? മറച്ചു വെക്കും. പ്രിട്ടൻഡ് ദാറ്റ് നത്തിങ് ഹാപ്പൻസ്, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ്. മൂന്നാമതൊന്നുണ്ട് ഏറ്റു പറയുന്ന പാപങ്ങൾ. പാപത്തോടുള്ള ബന്ധത്തിൽ 3 വിധത്തിലുള്ള പ്രതികരണങ്ങൾ മനുഷ്യർക്കുണ്ട്. ഓക്കെ, അല്പമായി പറഞ്ഞിട്ട് അടുത്തിലേക്ക് പോകാം. ഒന്ന്, മറന്നുപോയ പാപങ്ങൾ. ചില സമയങ്ങളിൽ പാപത്തിന്റെ ഡ്യൂറേഷൻ കൊണ്ടോ അല്ലെ കാലക്രമേണ കൊണ്ടോ ചില പാപങ്ങൾ എത്തിയും. നമ്മൾ എത്രയോ പാപങ്ങൾ അങ്ങനെ മറന്നു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില സമയങ്ങളൊക്കെ വല്ലവരും പറയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർക്കുന്നത്. ദാവീദ് ഒരു പാപം ചെയ്യും. ബേർശേവയെ തന്റെ ഭാര്യയായിട്ട് എടുത്തു. ആ ബേർശേവയുടെ ഭർത്താവായ ഊരിയാവിനെ എന്ത് ചെയ്തു? തന്ത്രപരമായിട്ട് യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലാനിടയായി തീർന്നു. അങ്ങനെ അവന്റെ ഭാര്യയെ തന്റെ ഭാര്യയായിട്ട് എടുത്തു. അതവന് പാപമായിട്ട് തോന്നിയില്ല. ഒരു മകൻ ജനിച്ചു, അവള് ഗർഭിണിയായി. എന്നിട്ടും അവൻ ചെയ്തത് പാപമായിട്ട് അവന് തോന്നിയില്ല. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ നാദാം പ്രവാചകൻ അവന്റെ അടുക്കിലേക്ക് വന്ന് ഒരു ചെറിയൊരു കഥ എന്ന് പറഞ്ഞപ്പോൾ, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന് ദേഷ്യം വന്ന് ആ വ്യക്തിയെ ഇപ്പൊ തന്നെ അടിച്ചു കൊല്ലണമെന്നുള്ളൊരു ഭയങ്കര തന്റേടമായിട്ട് വിപ്ലവകരമായ ഒരു വാഗ്വാദമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദാവീദ് നാദാം പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാ, ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അവിടെ പറഞ്ഞ കാര്യം, അയ്യോ ഞാൻ യഹോവയോട് പാപം ചെയ്തു. ചില സമയങ്ങളിൽ മറന്നുപോയ പാവങ്ങളൊന്ന്. അങ്ങനെ മറന്നുപോയ പാവങ്ങളെ ദൈവം തമ്പുരാൻ ദൈവവചന ശുശ്രൂഷയിൽ കൂടെയും ദൈവവചന വായനയിൽ കൂടെയോ എങ്ങനെയെങ്കിലും ദൈവം തമ്പുരാൻ അത് ഓർപ്പിച്ചു തരുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ കരുണ ലഭിക്കും. അല്ലാതെ മറന്നുപോയ പാപങ്ങളാണെങ്കിൽ ദൈവം തമ്പുരാൻ ഓർപ്പിച്ചു തരും. രണ്ടാമത്തെ പാപമാണ് മറച്ചുവെച്ച പാപം. പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നവരാ. തെറ്റാ ചെയ്തെന്നറിയാം, പക്ഷെ എന്ത് ചെയ്യും? അതിനൊരു ഉദാഹരണമാണ് ആക്കാൻ. ദൈവം തമ്പുരാന് യോശുവയോട് പറഞ്ഞു, കൈ പട്ടണത്തെ പിടിക്കാൻ പോണം, അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ സബലാർപ്പിതമാ, ഒന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞു. അവര് യുദ്ധത്തിന് പോയി. ചെറിയ പട്ടണമായതുകൊണ്ട് കുറച്ചുപേരെ പോയുള്ളൂ. പക്ഷെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഈ ആക്കാൻ എന്ന് പറയുന്ന വ്യക്തി കുറെ സാധനങ്ങൾ എന്ത് ചെയ്തു? ആരോടും പറയാതെ എടുത്തോണ്ട് പോയി തന്റെ കൂടാരത്തിനുള്ളിൽ കൊണ്ട് കുഴിച്ചു. അവന് നല്ലപോലെ അറിയാം തെറ്റാ ചെയ്തതെന്ന്. ആർക്കറിയാം? ഈ ആക്കാൻ അറിയാം. അപ്പം ആ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവം തമ്പുരാന് യോശുവയോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമല്ല, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, വിശുദ്ധമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ യോശുവ എന്നറിയാമോ? ഗോത്രങ്ങളെ മുഴുവനായിട്ട് കൂട്ടിവരുന്നത്. ഈ മനുഷ്യരെ മുഴുവൻ കൂട്ടിവരുത്തുന്നത് കുറച്ചും കൂടി കാര്യമാണോ? ഒരു 15 പേരെ സഭയിലെ ആൾക്കാരെ ഒരു പ്രാർത്ഥനയ്ക്ക് കൂട്ടിവരുത്തുന്നത് കഷ്ടപ്പാട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരെ മുഴുവൻ കൂട്ടിവരുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കാര്യമാണോ? 12 ഗോത്രത്തിലുള്ളവരെ മുഴുവനും കൂട്ടിവരുത്തി ചീട്ടിട്ടു. ഒരു ഗോത്രത്തിന് ചീട്ട് വീണു.
യോശുവ പറഞ്ഞു, ആ ഗോത്രത്തിലെ കുടുംബമായി കുലംകുലമായി എല്ലാവരെയും കൂട്ടി വരുത്തണം. അവരെല്ലാം കൂട്ടി വരുത്തി. രാവിലെ തുടങ്ങിയതാ, ഏർലി മോർണിംഗിൽ എഴുന്നേറ്റതാ പറയുന്നത് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി. അപ്പോഴെല്ലാം ആർക്കറിയാം ഞാനാ കള്ളനെന്ന്? ആരെ കള്ളനെന്ന് ആർക്കറിയാം? ആരെ പാവം ചെയ്തെന്ന് ആർക്കറിയാം? ഈ ആകാൻ അറിയാം. അവൻ അത് മറച്ചു വെച്ചുകൊണ്ടിരുന്നു. ഈ കഷ്ടപ്പാട് മുഴുവൻ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഗോത്രങ്ങളെ മുഴുവൻ വരുത്തി ഒരു ഗോത്രത്തെ പിടിച്ചു, അവരുടെ കുലത്തെ മുഴുവൻ കൂട്ടി വരുത്തി. ആ കുലത്തെ പിടിച്ചു, അവരുടെ കുടുംബത്തെ മുഴുവനും കൂട്ടി വരുത്തി. എന്നിട്ടും ഇദ്ദേഹം എവിടെയുണ്ട്? നമ്മുടെ ആകാനും കുലത്തെ കൂട്ടി വരുത്തുമ്പോഴും കൂടെ ഉണ്ട്, കുടുംബത്തെ കൂട്ടി വരുത്തുമ്പോഴും കൂടെ ഉണ്ട്. എന്നാൽ ഇത്രയും കഷ്ടപ്പാട് കണ്ടപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു, എന്റെ പൊന്നു യോശുവയെ ഞാനാ ചെയ്തത്, ആരോടും പറയല്ലേ എന്ന് പറഞ്ഞ് അത്രയും കഷ്ടപ്പാട് പറഞ്ഞു കിട്ടിയേനെ. അല്ലെങ്കിൽ അത് ഏത് പാവമാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ദൈനംദിന ജീവിതത്തില്, നമ്മുടെ കൊടുക്കവാങ്ങലുകളില് നമ്മൾ ഈ പാവം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്നു. പാവം ചെയ്യുന്ന വ്യക്തികളോടുകൂടെ നാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ദൈവമക്കൾ ഓർക്കേണ്ട പ്രധാന ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. എപ്പോഴെന്ന് ചോദിച്ചാൽ, ചെയ്ത പാപത്തെ ദൈവത്തോട് ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ അവ ക്ഷമിക്കും. പണ്ടൊക്കെ ഏതൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പേയും ഒരു സ്വല്പസമയം എന്തിനു വേണ്ടി ചെലവഴിക്കുമായിരുന്നു? പാപങ്ങളെ ക്ഷയിച്ചു കർത്താവേ നമ്മൾ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ്. ഇന്ന് നമുക്ക് ആ സംഭവം മാത്രം ഇല്ല. അത് വെക്കാൻ പോയാൽ ആളുകൾ സമയം കുറേ ചെയ്യും. അതായത് അതിനോട് ആൾക്കാർക്ക് എന്തില്ല. അതിന് എന്തോ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ദൈവമായുള്ള നമ്മുടെ അടുപ്പം മാറിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ ആ സാന്നിധ്യം പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ, പാവങ്ങളെ എന്ത് ചെയ്യുക? മറച്ചു വെക്കുക. ഓക്കെ, മൂന്നാമത്തെ പാവത്തോടുള്ള പ്രതികരണം ഏറ്റുപറയുന്നതാണ്. ഏത് പാവത്തെയും ഏറ്റുപറഞ്ഞാൽ നമ്മുടെ കർത്താവ് ക്ഷമിക്കും. യോഹന്നാൻ 1:9 ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും നീക്കി നമ്മെ ശുദ്ധീകരിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. എപ്പോഴാണ് നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്? എപ്പോൾ നാം ഏറ്റുപറയുമോ അപ്പോൾ ദൈവം തമ്പുരാൻ ശുദ്ധീകരിക്കണം. അപ്പോ പാപികളുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. ആരുടെ പ്രാർത്ഥന കേൾക്കും? പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കൂ. രണ്ടാമത് എൻലൈറ്റ്മെന്റ്. രണ്ടാമത്തെ അവന്റെ കണ്ണ് തുറന്നവൻ തുറന്നവൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആരുടെ പ്രാർത്ഥന കേൾക്കും? ഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കും. എന്താ ഭക്തന്റെ എങ്ങനെ അറിയാം ഭക്തനെ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണോ ഭക്തന്? ഒരു ക്ലീൻ ഷേവ് ചെയ്ത് തിരിച്ചും മറിച്ചും പഠിച്ച് ഒട്ടും രോഗമില്ലാത്തവനായി നടക്കുന്നവരാണോ ഭക്തര്? കള്ളയും പിള്ളയും വീട്ടിൽ തന്നെ ടിപ് ടോപ്പില് എപ്പോഴും ബൈബിളും പിടിച്ച് നടക്കുന്നവരാണോ ഭക്തര്? അതുകൊണ്ടാണ് തിമോഥെയോസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഭക്തിയുടെ വേഷം ധരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഭക്തിയുടെ എന്താ? ഇതൊക്കെ ഭക്തിയുടെ ഒരു വേഷമാ. ഈ വേഷത്തിനെതിരല്ല ഞാന്. നമുക്ക് ഇഷ്ടമാണ്, നല്ലതാ, നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ ജീവിക്കണോ. പക്ഷേ ഭക്തിയുടെ വേഷം ധരിച്ചു നടന്ന് അതിന്റെ ശക്തിയെ ധരിക്കുന്നവന് പറഞ്ഞാൽ, ഈ ഭക്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ആക്ടിവിറ്റി ബട്ട് ഇറ്റ് ഈസ് എ ആറ്റിറ്റ്യൂഡ്. പുറമേ കാണിക്കുന്ന പ്രകടനങ്ങളല്ല, പിന്നെന്താണ്? നമ്മുടെ അകത്തുള്ള മനോഭാവമാണെന്ത് ഭക്തി എന്ന് പറയുന്നത്. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാം ഭക്തി അയ്യപ്പ ഭക്തന്മാരെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കാലത്തത് വിട്ട് ചെരുപ്പ് വിടാതെ തലയിൽ ഒരു പാണ്ടക്കെട്ടുമായിട്ട് ഇങ്ങനെ പോകുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പള്ളി പോകുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കുരിശും എടുക്കാമല്ലാത്ത കുരിശും പൂക്കിക്കൊണ്ട് ആ കാവി മുണ്ടുകൊടുത്ത് നോക്കിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തന്മാരെ ഇഷ്ടംപോലെ കണ്ടു. അമൃതാനന്ദഭായിയുടെ ഭക്തരെ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ഭക്തരെ കണ്ടിട്ടുണ്ട്. എന്നാൽ കാണാത്ത ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ഏത് ഗ്രൂപ്പെന്നറിയോ? ദൈവത്തിന്റെ ഭക്തന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. യേശുവിന്റെ ഭക്തന്മാരെ
കണ്ടിട്ടില്ല. അവർ സഭകളിലും കുറവാണ്, ക്രിസ്ത്യാനികളുടെ ഇടയിലും അവർ കുറവാണ്. അവരുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. ഭക്തൻ നടിക്കുന്നവരുണ്ട്. എന്നാൽ ആരെ ഭക്തരെന്ന് പറഞ്ഞാൽ എന്താ ഈ അർത്ഥം? ഈ കാണുന്ന പ്രകടനങ്ങളാണോ ഭക്തി? ഇതൊന്നും അല്ലെന്ന് ഭക്തി. പിന്നെ എന്തോ ഭക്തി? ഞാനതിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു 3 വാക്കുകളാണ് ഭക്തൻ എന്ന വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, the one who fears the Lord, ദൈവത്തെ ഭയപ്പെടുന്നവൻ. one who loves the Lord, ദൈവത്തെ സ്നേഹിക്കുന്നവൻ. one who desires the presence of the Lord, ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവനാണ് ദൈവത്തിന്റെ ഭക്തൻ. ആമേൻ. ആരാ ദൈവത്തിന്റെ ഭക്തര്? ദൈവത്തെ ഭയപ്പെടുന്നവർ. എന്താ ഭയമെന്ന വാക്കിന്റെ അർത്ഥം? നമുക്കെല്ലാം പേടിയുള്ളവൻ അല്ലേ? ഈ ഭയം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പേടി എന്ന് പറയുന്നുണ്ട്, ബഹുമാനമുണ്ട്. 2 വാക്കുകള് ഭയത്തിലുണ്ട്. ബഹുമാനത്തോടുകൂടെ ഭയമുണ്ട്, പേടിച്ച് ഭയക്കേണ്ടതുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മള് ബൈക്ക് ഓടിച്ച് പോവുക, തലയെ വെക്കേണ്ട ഹെൽമറ്റ് കയ്യെ കയറ്റിയിട്ട് മുട്ടിന്റെ അവിടെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഉച്ചോട്ട് പോവാണ്. അവിടെ ഒരു പോലീസുണ്ട്. പോലീസിനെ കണ്ടു, സൈൻ ആൾക്കാർ കാണിച്ചു. പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യും, വണ്ടി അവിടെ നിർത്തിയിട്ട് കയ്യുടെ മുട്ടയിലുള്ള ഹെൽമെറ്റ് എടുത്ത് തലയിലോട്ട് വെക്കും. ബഹുമാനത്തോടെ ചെയ്യുന്നതാണോ പേടിച്ച് ചെയ്യുന്നത്? ബഹുമാനം കൊണ്ട് ചെയ്യുന്നു. ബഹുമാനം കൊണ്ടാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? അത് തലയിൽ വെച്ച് പോകണമായിരുന്നു. അത് ബഹുമാനം കൊണ്ട് ചെയ്യുന്നതല്ല. പിടിച്ചാ 100 രൂപ പോക്കാണ്. എന്റെ അരമണിക്കൂറും പോക്കും അയാളുടെ വായിലിരിക്കുന്നത് തെറിയും കേൾക്കണം. പേടിച്ച് നമ്മൾ ചെയ്യും. നമ്മുടെ വീട്ടിലെ കാലും വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കാൻ നേരം നമ്മുടെ അപ്പനോ അമ്മയോ വല്യപ്പനോ വല്യമ്മയോ നമ്മെക്കാട്ടും പ്രായമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാലിന് മണ്ടേത് അവിടെ വെച്ചിട്ട് മുണ്ട് മടക്കി കൊത്തുവാണെങ്കിൽ തിരിക്കുകയാണെങ്കിൽ ചെയ്യും. അതങ്ങോട്ട് അഴിച്ചിട്ടിട്ട് നമ്മൾ നിൽക്കും. പേടിച്ചിട്ടാണോ ബഹുമാനം കൊണ്ടാണോ? ബഹുമാനം കൊണ്ടാണ്. അത് പേടിച്ചിട്ടല്ല, അത് ബഹുമാനത്തോടു കൂടെ ചെയ്യുന്നതാണ്. ഇവിടെ ദൈവത്തെ ഭയപ്പെട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പേടിച്ച് അവന്റെ പുറകെ പോകുന്നതല്ല. നമ്മുടെ ആൾക്കാരെ പേടിപ്പിക്കാറുണ്ട്. അവനെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നീ ദൈവത്തെ ആരാധിച്ചോ, അതെ ഇന്ന് നീ പോകാൻ തന്നെ ഇടിച്ചിലാകും, വണ്ടി ഇടിച്ചാകോ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ ഒരുത്തൻ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് അവൻ ആക്സിഡന്റിൽ പെട്ട് മരിക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. എല്ലാം പേടിച്ച് ഹാലിനി അത് പേടിച്ച് ചെയ്യുന്നത്. കാരണം ഇടിച്ചു പോയാലോ, അടിച്ചു പോയാലോ, ഒഴിഞ്ഞു പോയാലോ എന്നോർത്ത് ചെയ്യുന്നത്. അത് ബഹുമാനത്തോടുകൂടെ ചെയ്യുന്നതല്ല. എന്നാൽ ദൈവത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് ചെയ്യുന്നതല്ല. ദൈവത്തോടുള്ള ഭക്തി കൊണ്ട് എന്റെ ദൈവം ആരാണെന്ന് വിചാരിച്ച് അവർ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് കാണിക്കുന്ന ആ ബഹുമാനമാണ് ദൈവഭയം. ആമേൻ. അതിനാരുടെയും പ്രേരണ വേണ്ട, തന്നെത്താൻ ഉള്ളിൽ വരുന്നത്. 2ാമത് ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം, അതിന്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത് the one who loves the Lord, ദൈവത്തെ സ്നേഹിക്കുന്നവൻ. കാര്യം നേടിയെടുക്കാൻ വേണ്ടിയല്ല, കാര്യം കിട്ടാൻ വേണ്ടിയല്ല, അവൻ ആരാണെന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടി ജീവൻ തന്ന, ഇത്ര വലിയ രക്ഷയെ നൽകി തന്ന തമ്പുരാൻ ഞാൻ ചോദിച്ച കാര്യം തന്നാലും ശരി തന്നില്ലേലും ശരി അവനെ വിട്ടിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ജീവിതമാണ് ദൈവ സ്നേഹത്തിലുള്ള ജീവിതം. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ ആർക്കും കഴിയും? കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, ഉപദ്രവത്തിനോ, നഗ്നതയ്ക്കോ, വാളിനോ, ആപത്തോ, ഇതൊന്നും എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നോ എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം. ആമേൻ. ലോകത്തുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സ്നേഹമല്ല ദൈവത്തോട് കാണിക്കേണ്ട സ്നേഹം. അതിനപ്പുറത്ത് നമ്മുടെ കർത്താവ് നമുക്ക് എന്താ ചെയ്തത് എന്നോർത്ത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. അവരാണ് ദൈവത്തിന്റെ ഭക്തർ. പ്രായബാലന്മാരിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം. കാരണം ഞങ്ങളുടെ ദൈവം ആരാണ് ഞങ്ങൾക്കറിയാം.
ഇതിൽ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ദൈവം ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതിൽ കൂടെ കടത്തി വിട്ടിട്ടാണ് ഞങ്ങളുടെ ജീവിതം തീർക്കേണ്ടതെന്ന് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം കിട്ടിയില്ലെങ്കിൽ പോലും ദൈവം നമ്പരാൻ ദൈവമാണ്. ആ ദൈവത്തെ വിട്ടിട്ടൊരു പരിപാടിയുമില്ല. ദൈവത്തെ സ്നേഹിക്കണം കേട്ടോ. അവരാണ് ഭക്തർ. മൂന്നാമത്തെ നിർവചനം ഇങ്ങനെ വർണ്ണിക്കുന്നത് ദൈവ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കണം. എപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. ഈ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് എപ്പോഴും ആയിരിക്കണമെന്ന്. 24 മണിക്കൂർ എവിടെ ആയിരിക്കണം? ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പാട്ടുണ്ട്. നിങ്ങളൊക്കെ പാടുന്ന പാട്ടായിരിക്കും. ഞാൻ ഓർത്തുന്ന പോലെ പറയുന്നത് ഈ വിഷയത്തിൽ കൂടെ എന്ന് പറയാം. നമ്മൾ പാട്ട് നിന്റെ സന്നിധിയിൽ ഞാൻ സന്നിധിയിൽ ഞാൻ വന്നോട്ടെ, കാലൊന്ന് മുത്തിക്കോട്ടെ, അങ്ങോട്ട് കേറിക്കോട്ടെ. ഇതിനൊന്നും ആവശ്യമില്ലെന്ന്. അവന്റെ സന്നിധിയില് 24 മണിക്കൂറും എപ്പോഴും ആയിരിക്കണമെന്നാണ് നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് അങ്ങോട്ട് കേറിക്കോട്ടെ, വന്നോട്ടെ, മുത്തിക്കോട്ടെ, നിന്നോട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അർത്ഥമുണ്ട്. എവിടെയോ സംതിങ് ഗോയിങ് ഓൺ. ഈ പിള്ളേരെ ഈ സ്കൂളിൽ ഈ പള്ളിക്കൂടം ക്ലാസ് തുടങ്ങുന്നപ്പോഴാ ചിലർ 9:00 തുടങ്ങും, ചിലർക്ക് 10:30 തുടങ്ങും. മിക്കവാറും പിള്ളേരൊക്കെ സമയത്ത് വരും. ചില പിള്ളേരുണ്ട് ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ വാതിക്കെ നിന്ന് ചോദിക്കും, സാറേ ടീച്ചറെ കേറിക്കോട്ടെ 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 എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ ചില പാട്ടുകളെ. കേറിക്കോട്ടെ, ആ കാലയിൽ ഒന്ന് മുത്തിക്കോട്ടെ, ഒന്ന് പിടിച്ചോട്ടെ, ഒന്നും വേണ്ടേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചില ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഏതോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. 24 മണിക്കൂറും ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തില് ദൈവത്തിന്റെ മക്കള് ആയിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുപോലെ ആകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവരാണ് ദൈവത്തിന്റെ ഭക്തർ. അപ്പൊ ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? ദൈവത്തിന്റെ ഭക്തരുടെ പ്രാർത്ഥന കേൾക്കും. അവരെ കേൾക്കുമോ? അവരെ കേൾക്കുമോ? മലാക്കി 3:16 ഒരു 5-6 വാക്യങ്ങളുണ്ട്. പെട്ടെന്ന് വായിച്ചത് വേഗം പോകണം. 3:16 യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ആരുടെ സംസാരം ദൈവം കേൾക്കും? ദൈവഭക്തന്മാരുടെ. എല്ലാവരുടെയും കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവഭക്തന്മാർ സംസാരിക്കുന്നത് ദൈവ ശ്രദ്ധ വെച്ച് കേൾക്കും. അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവരുടെ സംഭാഷണത്തിന് ദൈവം തമ്പുരാൻ ഇച്ചിരൂടെ കൂടുതൽ കെയർ കൊടുക്കുന്നു. ആരുടെ പ്രാർത്ഥനയ്ക്ക്? ദൈവഭക്തന്മാർ. ഭക്തന്മാരുടെ പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ ശ്രദ്ധ വെച്ച് കേൾക്കും. അല്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചാൽ അതിങ്ങനെ വായിക്കൂടെ ഓത്തേ കൊടുക്കും. നമ്മളെ എവിടെയൊക്കെ ബസ്സിലൊക്കെ കയറാൻ പോകുന്നവരമേ എന്തുമാത്രം ഒച്ചയാ വഴി കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്നതിന് എല്ലാത്തിനും തിരിഞ്ഞു നോക്കാറുള്ളൂ. ഇല്ല. എന്നാൽ ചില ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യും? ഒന്ന് ശ്രദ്ധിക്കും. മക്കള് എല്ലാവരുടെ ഒച്ച ഇങ്ങനെ മേഘത്തിൽ കൂടെ ആകാശത്തിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇതൊന്നും തമ്പുരാൻ മൈൻഡേ ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന്റെ ഭക്തന്മാരെ തമ്മിൽ സംസാരിച്ചാൽ ആ ദൈവം തമ്പുരാൻ ശ്രദ്ധ വെച്ച് കേൾക്കോ. ആമേ. തീർന്നോ? ഇല്ല. യഹോഭക്തനായി ജീവിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഈ അനുഗ്രഹമേ ഉള്ളെന്ന്. ജീവിക്കാൻ പറ്റുന്നെങ്കിൽ ജീവിക്കുന്ന കാലം ദൈവത്തിന്റെ ഭക്തനായി ജീവിച്ചാൽ അതിൽ പരം അനുഗ്രഹം ഈ ലോകത്ത് വേറെ ഇല്ല. ഒരു വാക്യം കൂടെ വായിച്ചേ പെട്ടെന്ന്. സദൃശി വാക്യം 23:17-18 വായിച്ചേ. അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടെ ഇരിക്ക. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അപ്പം യഹോഭക്തിയോട് ജീവിക്കുന്നവർക്ക് എന്തോ ഉണ്ട്? പ്രതിഫലമുണ്ടെന്ന്. അല്ലേ? കഷ്ടമാണെങ്കിലും പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ മേലെങ്കിലും പുറക്കാതെ നീ എപ്പോഴും എന്ത് ചെയ്തോണമെന്ന യഹോവ ഭക്തിയോടുകൂടെ ഇരുന്നാൽ ഒരു പ്രതിഫലം ഉണ്ടാകോ നിശ്ചയം. ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ല. ദൈവഭക്തന്മാരെ നീ ഉപേക്ഷിക്കത്തില്ല. അവര് കടന്നു പോകുന്ന ഏത് പാന്താവിൽ കൂടെ ആണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ? നമ്മളെപ്പോഴും എന്ത് ചെയ്തോണം? എല്ലാ സമയത്തും യഹോഭക്തിയോടുകൂടി ഇരുന്നോ. യഹോഭക്തിയോടുകൂടി ജീവിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ദൈവമക്കളെ ഗുണമേ ഉള്ളൂ.
ആമേൻ. യോബിന്റെ ജീവിതം പരിശോധിക്കേ. യോബ് 1:1 അവിടെ ഇങ്ങനെയാ പറയുന്നത്, യോബ് ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ആരായിരുന്നു യോബ്? ദൈവഭക്തനായിരുന്നു. അവന് രോഗം വന്നു. അപ്പൊ ഭക്തന്മാർക്ക് രോഗം വരുമോ? ഭക്തന്മാർക്ക് രോഗമല്ല, കുത്തിയിരുന്ന് ചൊറിയുന്ന രീതിയിലുള്ള സുഖം. രോഗം മാത്രമല്ല, എല്ലാ അസുഖങ്ങളും വരും. ചില ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട് ദൈവമക്കൾക്ക് എന്തില്ല, രോഗം വരത്തില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പൗലോസിന് എന്തോ ഉണ്ടായിരുന്നു? രോഗമുണ്ടായിരുന്നു. പൗലോസിന്റെ കൂട്ടുപ്രവർത്തകന് തീമോഥെയോസിന് എന്തോ ഉണ്ടായിരുന്നു? അവനെ കുറിച്ച് പറയുന്നത് അവന്റെ വയറ്റിന്റെ അകത്തായിരുന്ന അസുഖം. എന്നാ കഴിച്ചാലും വയറ് വീർത്തിരിക്കും, ഗ്യാസ്. അതുകൊണ്ടാ പറഞ്ഞത് ആ വയറിന്റെ അസുഖ നിമിത്തം കുറേശ്ശെ ഓക്കെ. പിന്നെ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് ഫിലിപ്പോസ് പറയുന്നുണ്ട്, അവൻ മരണത്തോളമായി രോഗത്താൽ. അപ്പൊ ദൈവമക്കൾക്ക് എന്നെ ഉണ്ട്, രോഗമുണ്ട്. അപ്പൊ രോഗം വരുന്നത് പിശാച് കൊണ്ടുവരുന്നതാണെന്നൊന്നും പറഞ്ഞ് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. രോഗത്തിൽ കൂടെ ആണെന്ന് പറഞ്ഞ് ഉപവാസം ഇരുന്ന് അതിനെ മാറ്റുകയും വേണ്ട. അത് ദൈവം നല്ലതാണ്. ദൈവം നല്ലതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് നല്ലതിന് തന്നെയാണ്. ഹലോ, അത് തന്നപ്പോ പോച്ച പോയി. ദൈവം തരുന്നതെല്ലാം നല്ലതിനാണ്. ദൈവം അറിയാതെ ഒന്നും വരത്തില്ലെന്ന്. അങ്ങനെ ദൈവം അറിഞ്ഞോണ്ടാ വന്നതെങ്കിൽ അത് നമ്മുടെ നല്ലതിനാണ്. കാര്യം ചെയ്താൽ മതി. കർത്താവേ ഇത് മാറിപ്പോണേ മാറിപ്പോണേന്ന് പ്രാർത്ഥിക്കേണ്ട. ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ സഹിക്കാനുള്ള കൃപ തരണേ. നിന്റെ ഹിതം വെളിപ്പെടുന്നതുവരെ സഹിക്കാനുള്ള കൃപ തരണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, എന്തുമാത്രം സന്തോഷമായിരിക്കും എന്ന് അറിയാമോ? ഹല്ലേലൂയ. അപ്പൊ ഭക്തന്മാർക്ക് എന്തോ ഉണ്ട്? അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വരും. അസുഖം വരുന്നെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഭാരപ്പെടുകയൊന്നും വേണ്ട. നീ യോബിന്റെ പെമ്പർന്നൂത്തി ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്. ഏതാണെന്നറിയാമോ? 2:9 അവിടെ യോബിനോട് പറയുന്നൊരു കാര്യമാണ്. വായിച്ചേ. ഈ അസുഖം വന്നപ്പോഴും മക്കള് എല്ലാം ചത്തുപോയി, വീട്ടിലുണ്ടായിരുന്ന എല്ലാം പോയി, ചൊറിഞ്ഞോണ്ടിരിക്കാൻ നേരോ എന്തോവാ യോബിന്റെ പുസ്തകം വായിക്കും. പറയും ദൈവത്തിനെതിരായിട്ടൊരു വാക്കുപോലും യോബ് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. കമ്പർനോത്തി കേട്ടോണ്ടിരിക്കുക ഇതെല്ലാം. എന്നിട്ട് പറയും, ഇനിയും നീ നിന്റെ ഭക്തി വെച്ചോണ്ടിരിക്കുകയാണോ? അപ്പൊ അവള് നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഈ ചൊറിച്ചിലൊന്നും ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല. ഈ പരിക്കളും ഈ ചൊറിച്ചിലും ഒന്നും ഉടനെ ഒന്നും മാറത്തില്ല. ചെയ്യാൻ പറ്റുന്ന നല്ല ഒറ്റ കാര്യമുള്ളൂ, എന്റെ ഭാവിക്കെങ്കിലും നന്നാകാൻ. എന്നാ ചെയ്യണമെന്നാ? നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് അസുഖം ചത്തുപോയാലും കുഴപ്പമില്ലെന്നൊന്നും ആശ്വസിപ്പിക്കാനും കുഴപ്പമില്ലായിരുന്നു. ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് എന്നാ ചെയ്യാനാ? നീ പോയി ചാല്. അങ്ങനെയാണ് എന്റെയെങ്കിലും ഭാവി ഒന്ന് സുരക്ഷിതമായി എന്തായിരിക്കാൻ പറഞ്ഞതിന്റെ ആശയം. എൻകറേജ് ചെയ്യേണ്ടവർ, സഹായിക്കേണ്ടവർ, ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കേണ്ടവർ പറയുന്നൊരു കാര്യമാ. എന്നിട്ടോ യോബ് ദൈവഭക്തനായി തന്നെ ജീവിച്ചു. അപ്പോൾ പ്രതികൂലങ്ങൾ വന്നാലോ വീട്ടിൽ നിന്ന് ഏകരായിട്ടാണ് ഈ ഭക്തിയോടുകൂടെ ജീവിക്കുന്നതെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഭക്തിയോടെ ജീവിക്കാൻ പറ്റും. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ രക്ഷിക്കപ്പെട്ടത്, അങ്ങോട്ട് വിശ്വാസം ജീവിക്കാൻ പറ്റുന്നില്ല. പറയാൻ പറ്റും എന്നുള്ള തെളിവാണ് ആരെ? യോബ്. അപ്പോൾ ദൈവഭക്തനായി ജീവിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. സങ്കീർത്തനം 25:13 വായിച്ച്. 23:15. സങ്കീർത്തനം 25:13. യഹോവയുടെ സഹിതം, യഹോവയുടെ സഹിതം, ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ചങ്ങാതിത്വം ആരോടുകൂടെ ഉണ്ടായിരിക്കും? ഭക്തന്മാരോടുകൂടെ ഇരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സഹിത്വം. ദൈവം ഒരു ഫ്രണ്ടിനോട് ഇടപെടുന്ന പോലെ, കൂട്ടുകാരനോട് ഇടപെടുന്ന പോലെ ഇടപെടണമെങ്കിൽ ആരോടെ ഇടപെടത്തുള്ളൂ? ദൈവത്തിന്റെ ഭക്തന്മാരോടെ ദൈവം തമ്പുരാൻ ഇടപെടത്തുള്ളൂ. അപ്പൊ ഭക്തിയോടുകൂടി ജീവിക്കുന്നത് കൊണ്ട് ഒരു കുറവുമില്ല, നന്മയെ ഉണ്ടാകത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലെന്നേ ഭക്തനായി ജീവിക്കുന്നതിന്റെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. അടുത്തൊന്ന് വായിച്ചേ. സങ്കീർത്തനം 31:19 വായിച്ച്. 31:19. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യും, സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പൊ ഭക്തന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എന്തെല്ലാമാണോ ഒരു ഭക്തന് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടത്, എപ്പോഴെല്ലാമാണോ വേണ്ടത്, അതെല്ലാം ദൈവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ. നമ്മുടെ ഇന്ത്യക്കാരന്മാര് നമുക്കെല്ലാവർക്കും ഭക്ഷണ സാധനങ്ങളെ അന്നേരം ഉണ്ടാക്കുകയല്ല, ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുക. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ എല്ലാ മുക്കിനും മൂലയിലും ഉണ്ട്. അവിടെ എല്ലാം ആ ഗോഡൌണിൽ എന്ത് ചെയ്തിരിക്കുക? സ്റ്റോർ ചെയ്തിരിക്കുക നമുക്ക് വേണ്ടതല്ല. ഇതേപോലെ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ദൈവം തമ്പുരാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഇതെല്ലാം കൂടെ എന്താ ഒന്നിച്ചേരാത്തത്? എല്ലാം കൂടെ തന്നാൽ നോക്കിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇത് വഹിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷെ ദൈവസന്നിധിയിൽ പോയിരിക്കോ, ഓരോരോ സമയത്ത് ദൈവം തമ്പുരാൻ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തരുവോ? അങ്ങനെ തരുവോ? അങ്ങനെയേ തരത്തുള്ളൂ. ഒരു വാക്യം ഇവിടെ വായിച്ചേ, അപ്പൊ കുറച്ചുകൂടെ അറിയാം. സങ്കീർത്തനം 34:9. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവേ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. എന്തുകൊണ്ടാ മുട്ടില്ലാത്തത്? ഭക്തന്മാർക്ക് മുട്ടില്ലാത്തത് എന്തുകൊണ്ടാ? ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? എല്ലാരും എന്നെ മോദിക്കുന്നത് നമുക്ക് ജീവിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഭക്തന്മാർക്ക് മുട്ടുണ്ടാകാത്തത്? എന്തുകൊണ്ടാ മുട്ടുണ്ടാകാത്തതിന്റെ കാരണം എന്താ? കാരണം ദൈവം തമ്പുരാൻ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ആമേൻ. അതുകൊണ്ട് ദൈവമക്കൾക്ക് എന്തില്ല? ഭക്തന്മാർക്ക് എന്തില്ല? മുട്ടുണ്ടാകത്തില്ല. എപ്പോഴെല്ലാം ആവശ്യം വരുമോ അപ്പോഴെല്ലാം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം തമ്പുരാൻ തന്നുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാം അനുഭവമാക്കിയവരാണ് പണ്ട്. എന്നാൽ ഇപ്പം കുറെ നാളായിട്ട് അനുഭവമില്ല. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കൊടുത്തുകൊണ്ടിരിക്കോ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ആവശ്യം വരുമ്പോൾ ദൈവം തമ്പുരാൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് തന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ നാളുകളിലെല്ലാം അത് അനുഭവിക്കുവാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ തന്നുകൊണ്ടേ. ഭക്തിയോടുകൂടി ജീവിച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ചിലപ്പോൾ ആൾക്കാർ കളിയാക്കിയെന്നിരിക്കാം, വീട്ടുകാർ കളിയാക്കിയെന്നിരിക്കാം, മറ്റുള്ളവർ കളിയാക്കിയെന്നിരിക്കാം. യോബിന്റെ ഭാര്യ പറഞ്ഞ പോലെ ഇപ്പോഴും ഭക്തി നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് കുറച്ചൊന്ന് അയ്യാണെങ്കിൽ, കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ കുറെ കിട്ടുമല്ലോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞെന്നിരിക്കാം. പക്ഷെ ദൈവ പൈതല് നീ ഭക്തിയോടുകൂടെ ജീവിച്ചാൽ ദൈവം തമ്പുരാൻ കൈവിടത്തില്ല. ദൈവം തമ്പുരാൻ സമയമാകുമ്പോൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? എന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കും. മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് പോകാം. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. The one who does the will of the Lord. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പോ എന്താ ദൈവത്തിന് ഇഷ്ടം? ആരാ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവര്? ആരാധനയ്ക്ക് വന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണോ? അല്ലവയല്ല. വേഷം ധരിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണോ? അല്ലവയല്ല. പിന്നെ ആരാ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ? എന്താ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്? ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കണ്ണടയ്ക്കത്തില്ല. ആ പ്രാർത്ഥന കേൾക്കാതെ ദൈവം കാതടയ്ക്കത്തില്ല. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കുറിച്ച് അങ്ങോട്ട് കുഞ്ഞ് നോക്കാതിരിക്കത്തില്ല. ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കാതിരിക്കത്തില്ല. എന്താ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പ്രാധാന്യത? ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം, അതോടുകൂടെ നിർത്താം. എന്താ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്? വായിച്ചേ. മത്തായി 6:10 വായിച്ചേ. എന്താ ദൈവഗീതത്തിന്റെ പ്രത്യേകത? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പോ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? ഈ ലോകത്ത് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നത് ആരിഷ്ടമാണ്? നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടങ്ങളാ. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴേ അവരെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥന വിഷയമാണ് നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പൊ സ്വർഗത്തിൽ നടക്കുന്ന മുഴുവൻ എന്താ? ദൈവത്തിന് ഇഷ്ടമാണ്. അതെവിടെയും വരണം, ഭൂമിയിലും വരണം. അത് ഭൂമിയിലും ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടണം.
ദൈവത്തിന്റെ ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ ആഗ്രഹം നിവർത്തിക്കുന്ന വ്യക്തികളുടെ ആഗ്രഹം ദൈവം തമ്പുരാൻ നിവർത്തിക്കും. മത്തായി 7:21 വായിച്ചേ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അപ്പൊ സ്വർഗത്തിൽ ആരാ പോകത്തുള്ളൂ? സ്വർഗത്തിൽ ആരേ പോവുള്ളൂ? എല്ലാരും പോവോ? കർത്താവേ 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 നിന്നെ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ട് പാടുമായിരിക്കും, ആരാധിക്കും, എല്ലാം ചെയ്യുമായിരിക്കും. പക്ഷേ അവരൊന്നും പോകുമെന്ന് ബൈബിളിൽ പറയുന്നില്ല. ബൈബിളിൽ പറയുന്നത് ഇഷ്ടം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ആരെയല്ലോ ചോദിച്ചാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ അവിടെ ചെല്ലും. കാരണം എന്താ? ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. എന്താ കാരണം? എന്താ? ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ. എന്താ കാരണം? അവിടെ ഇതേ ഉള്ളു പരിപാടി. അവിടെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും അവിടെ ഒരു വിലയുമില്ല. അവിടെ ദൈവത്തിന് ഇഷ്ടമാണ് നടക്കുന്നത്. ദൈവത്തിന് ഇഷ്ടത്തിന് അവിടെ അവസരമുള്ളൂ. അതുകൊണ്ട് ഒരുവൻ ഇവിടെ നിന്ന് അവിടെ ചെല്ലണമെങ്കിൽ ദൈവത്തിന് പറ്റൂ. ദൈവത്തിന് ഇഷ്ടം ചെയ്താലേ പറ്റൂ. അപ്പൊ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്യും? എല്ലാം വായിക്കാൻ സമയമില്ല. 1 യോഹന്നാൻ 2:17 വായിച്ച്. 1 യോഹന്നാൻ 2:17. 1 യോഹന്നാൻ 2:17. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഈ ലോകത്തിന്റെ പുറകെ ഓടുന്നവർ, ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെ ഓടുന്നവർ, ലോകത്തുള്ളതിന്റെ പുറകെ ഓടുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് മുഴുവൻ പോകും. ഒരു സുനാമി മതി, ഒരു വെള്ളപ്പൊക്കം മതി, ഒരു ലാൻഡ് സ്ലൈഡ് മതി, ഒരു എന്താ പറയുന്നത് ഉരുൾപൊട്ടൽ മതി. ഒരു പിടിച്ച മലപ്പുറത്തൊക്കെ ഇന്നലെ രാത്രിയിലും പിടിച്ചൊരു കുലുക്കം കൊടുക്കുന്ന ഇന്നലെ രാത്രിയിലെ ഏതാണ്ട് 50-ലധികം വീട്ടുകാർ വീട്ടിൽ നിറയെ ഓടി എന്നൊക്കെ പറഞ്ഞത് ന്യൂസിൽ കിടക്കുന്നത് കണ്ടു. ചെറുതായിട്ടൊന്ന് കുലുങ്ങി, ഒരു കുലുക്കം മതി, ഒരിളക്കം മതി. തമ്പുരാൻ ആര്യയുടെ ഉറവൊന്ന് തുറന്നേച്ചാ മതി. പരിപാടി തീരാനുള്ളതേ ഉള്ളൂ. ഈ ലോകത്തിനുള്ളതോ ലോകത്തെ സൂക്ഷിച്ചു വെച്ചതോ തീരാനുള്ളതേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം നശിച്ചു പോയാലോ? ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ഇഷ്ടം ചെയ്യുന്നവർ അവരെന്നേക്കും നിലനിൽക്കും. ഈ ദൈവത്തെ ചെയ്യുന്നവരുടെ പ്രത്യേകം എന്താറിയാമോ? 1 പത്രോസ് ലേഖനം 4:2 വായിച്ച്. 1 പത്രോസ് 4:2. യെസ് യെസ്. 1 പത്രോസ് 4:2 വേഗം വായിച്ചു. അപ്പൊ ദൈവത്തെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല? ഒഴിഞ്ഞിരിക്കും. പാപം വിട്ടൊഴിഞ്ഞിരിക്കും. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പാപം വിട്ടൊഴിഞ്ഞിരിക്കും. ഇന്ന കാര്യം ചെയ്താൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉറപ്പ് മനസ്സിൽ വന്നാൽ ആ കാര്യം ചെയ്യത്തില്ല. അപ്പൊ പാപം ചെയ്യാൻ എന്ത് ചെയ്യുന്ന? ദൈവത്തെ ഇഷ്ടം ചെയ്യുന്നവർ പാപം ചെയ്യാൻ ഒഴിഞ്ഞിരിക്കുമെന്ന് അതിന്റെ അകത്ത് പോയി എഴുതിയാടിയിട്ട് കർത്താവെ ക്ഷമിക്കണമെന്ന് പറയുന്നില്ലെന്ന്. ഒഴിഞ്ഞിരിക്കുമെന്ന് ദൈവത്തെ ഇഷ്ടം ചെയ്യുന്നവർ. അപ്പൊ ദൈവത്തിന് ഇഷ്ടം എന്താ? അടുത്ത കാര്യം എന്താ? ദൈവത്തിന് ഇഷ്ടം എന്താ? ഒത്തിരി കാര്യം ബൈബിൾ പറയുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞു വിടാം. 1, ദൈവത്തിന് ഇഷ്ടമോ? ലേഖനം 5-ാം 16-17 വാക്യങ്ങൾ പറയുന്നുണ്ട്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവീൻ, എല്ലാറ്റിനും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലയോ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? നമ്മളെ കുറിച്ച് എപ്പോഴും സന്തോഷിക്കണം. പറ്റുവോ? പോക്കറ്റിൽ നോക്കിയാൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. ബാങ്കിൽ പോയി ബാലൻസ് നോക്കിയാൽ, പാസ്ബുക്കിൽ നോക്കിയാൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. ചില അടുക്കളയിൽ കയറി നോക്കിയാൽ അരിപാത്രം മുന്നിച്ച് നോക്കിയാൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. ഒന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ പറ്റും. അതിനാണ് ഫിലിപ്പിയ പൗലോസ് പറഞ്ഞത്, കർത്താവിനെപ്പോഴും സന്തോഷിപ്പേ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ദൈവമേലുള്ള സന്തോഷം ഈശോയെ പോക്കറ്റിലെ കനം നോക്കിയല്ല, പേഴ്സിന്റെ വെയിറ്റ് നോക്കിയല്ല, ബാങ്ക് ബാലൻസ് നോക്കിയല്ല അവന്റെ സന്തോഷമായിരിക്കേണ്ടത്. അവന്റെ സന്തോഷം കർത്താവിലായിരിക്കണം. എപ്പോഴും എന്ത് ചെയ്തോണം? കർത്താവിൽ സന്തോഷിച്ചോണം. ഇടവിടാതെ എന്ത് ചെയ്തോണം?
പ്രാർത്ഥിച്ചോണോ, ഒരു മടുപ്പും കാണിക്കല്ലേ. തമ്പുരാൻ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി വിശ്വസിക്ക്. ദൈവത്തിന്റെ സമയത്ത് ദൈവം തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എല്ലാറ്റും എന്ത് ചെയ്തോണം, എല്ലാറ്റും സ്വന്തം ചെയ്തോണം. എന്നിട്ട് അടക്കാൻ പറ്റത്തില്ലേ? സ്വന്തം 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 പറ. നാളെ ഞാൻ ഓടിയില്ലേ കർത്താവേ, ഒന്ന് കിടന്നെങ്കിലും നിന്നെ സ്തുതിക്കാൻ സഹായിച്ചതായ സ്വന്തം സ്വന്തം. ഹലോ, എല്ലാറ്റും എന്ത് ചെയ്തോണം, സ്വന്തം ചെയ്തോണം. ആ 4-ാം അധ്യായം 3-ാം വാക്യം തെസ്സലോനിക്ക ലേഖനം തന്നെ പറയുന്നുണ്ട്. 4:3 വായിക്കുന്നുണ്ട്, ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ദൈവമക്കൾ ശുദ്ധിയുള്ളവരായി മാറണമെന്ന് ആരാഗ്രഹിക്കുന്നു? നമ്മുടെ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. വേണ്ടാത്ത അഴിക്കൂട്ടങ്ങളിൽ കൂടെയൊക്കെ ഭംഗിയെ പോലെ ഉറുതിയാ ഇങ്ങനെ നടക്കുന്നവരാണെങ്കിൽ ഓർക്കണോ, നമ്മുടെ ദൈവത്തിന് ഇഷ്ടമെന്താ ചോദിച്ചാൽ നമ്മൾ ശുദ്ധിയുള്ളവരായി ജീവിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മുടെ ദൈവത്തിന് ഇഷ്ടം ചെയ്താൽ നമ്മുടെ പ്രാർത്ഥന ആര് കേൾക്കും? ദൈവം കേൾക്കും. ദൈവത്തിന് ഇഷ്ടത്തിന്റെ ആ ഗ്ലോറി എന്താ, മഹത്വം എന്താ, അത് പറയാതെ പോയാലേ ഈ പ്രസംഗം തീരത്തില്ല. എന്താ ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യമുള്ള ഗുണം എന്താ? റോമാലേഖനം 12:2-3-1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തന്നെ തിരിച്ചറിയുവേ. അപ്പൊ ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്താ? 3 ഉണ്ട്. ദ ഗ്ലോറി ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന്റെ പ്രത്യേകത 1, അത് നന്മയാണ്. നല്ലതേ വരത്തുള്ളൂ. ആമേൻ. ദൈവഹിതത്തിന് വേണ്ടി ജീവിച്ചാൽ, ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവ വൈതല് നല്ലതല്ലാതെ ദോഷം വരത്തില്ല. ദൈവഹിതത്തിന്റെ മഹിമ അത് നല്ലതാ. 2, അത് പ്രസാദമാ. വേറെ ചില ട്രാൻസ്ലേറ്റ് പഠിച്ചിരിക്കുന്നത് നമുക്ക് തൃപ്തി തരുന്നതാണ്. 3, അത് പൂർണ്ണമാ. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. പൂർണ്ണമാ, ഒരു ന്യൂനതയും ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ, ഏത് വിഷയത്തിൽ കൂടെ കടന്നുപോയോ, പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ, വേദനപ്പെടുത്തുന്ന വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ, എല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറ, കർത്താവേ ലെറ്റ് ദൈ വിൽ ബി ഡൺ. നിന്റെ ഹിതം ഇതിന്മേൽ നടക്കട്ടെ, എന്റെ ഹിതം വേണ്ട. കാരണം പ്രിയ ദൈവമക്കളെ, നമുക്ക് നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ചെറിയ തേങ്ങ തലയ്ക്കകത്ത് നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ നിത്യത മുതൽ നിത്യത വരെ നമ്മളെ നല്ലപോലെ അറിയാവുന്ന ഒറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ അരുമനാഥനാണ്. ഏത് കാര്യമാണെങ്കിലും തമ്പുരാന്റെ കരത്തിലേക്ക് കൊടുക്കെ, കർത്താവേ ഇതിന്റെ ഭവിഷ്യത്തും ഗുണവും എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇതാ ഞാൻ നിന്റെ കരത്തിലേക്ക് തരുന്നു. നിന്റെ ഹിതം പോലെ ഇത് ചെയ്തു തരണം കർത്താവേ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, എന്റെ പ്രിയ ദൈവമക്കളെ, അത് നന്മയാണ്, അത് പ്രസാദമാണ്, അത് പൂർണ്ണമായിരിക്കും. ദൈവത്തെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. കേൾക്കുമോ? അതേ കേൾക്കത്തുള്ളൂ കേട്ടോ. 1 യോഹന്നാൻ 5:14 നിർത്തി. 1 യോഹന്നാൻ 5:14 വായിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തു ചോദിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. നമ്മളെ പ്രാർത്ഥിക്കുന്നതിന് മറുപടി തരുന്നത് നമ്മുടെ ധൈര്യമാണെന്നല്ല. ശ്രദ്ധിച്ചോ, മറുപടി, പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക എന്ന് പറയുന്നത് അത് തമ്പുരാന്റെ കൈവശം ഇരിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം കിട്ടും, നമ്മുടെ അപേക്ഷ അവൻ കേട്ടു. ഹല്ലേലൂയ. നമ്മുടെ അപേക്ഷ പരിഗണിച്ചു, സമയമാകുമ്പോൾ അവൻ മറുപടി തരും. ആ ഒരു ധൈര്യം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോ, രാവിലെ പ്രാർത്ഥിച്ചു, പിന്നെ പോഡ്കാസ്റ്റിനെ കൊണ്ട് പ്രാർത്ഥിച്ചു, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സുഖമാകുന്നില്ലല്ലോ. അടുത്ത ടിവിക്കകത്ത് വേറൊരുത്ത കൈവക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെ വിളിച്ചു പറഞ്ഞു, പക്ഷേ ഞങ്ങൾ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചു. അടുത്ത കേട്ടു തൃശ്ശൂർ ഒരു വലിയ പുള്ളിക്കാരൻ കേൾക്കുന്നുണ്ട് പ്രാർത്ഥന, എന്നാ പിന്നെ അങ്ങോട്ടും കൂടെ അങ്ങോട്ട് മഴയേക്കാം. ഇങ്ങനെ ഓടി നടക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ നമുക്ക് എന്തില്ല, ഒരു ഉറപ്പില്ല കിട്ടുമെന്ന്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അവന്റെ ഹിതമല്ല ചെയ്യുന്നത്. അവന്റെ ഹിതമാണ് ചെയ്യുന്നതെങ്കിൽ കാണുന്നവരുടെ എല്ലാവരുടെയും കീഴെ കൊണ്ട് തല കൊടുക്കേണ്ട ആവശ്യമില്ല, കാണുന്ന എല്ലാവരെയും കൊണ്ടും പ്രാർത്ഥിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി, ഒരു ധൈര്യം കിട്ടും. എന്റെ അപേക്ഷ ദൈവം നമ്പുരാൻ കിട്ടും.
ഇതല്ലയോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പാവം പിടിച്ച കുരുടന്റെ കണ്ണ് തുറന്നു കിട്ടിയപ്പോ അവനൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? പാവികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല, ഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. രണ്ട്, ദൈവത്തിഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം. ദൈവമക്കളെ, അൺആൻസേർഡ് പ്രയർ, നമ്മൾക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ് തമ്പുരാനും മടുത്തു, നമ്മളും മടുത്തു. എന്നാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ മറുപടി തരാതിരിക്കത്തില്ല. പ്രാർത്ഥന കേൾക്കാ ദൈവം തമ്പുരാന്റെ കാത് കുറുകിയിട്ടില്ല, കാത് കണ്ണു 60-ാം വാക്യത്തിൽ പറഞ്ഞ കാത് മന്ദമായിട്ടില്ല, കൈ കുറുകിപ്പോയിട്ടില്ല. ഈസ് റെഡി ടു ഗീവ് us, നമുക്ക് തരാൻ തയ്യാറാ. പക്ഷെ എന്താ പ്രശ്നമെന്നറിയാമോ? അവിടെ യെശയ്യാ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗം അത്രേ. ഒരു നിമിഷം നമ്മൾ കണ്ടു നമുക്ക് ദൈവസേനയെ നമ്മെ എത്ര വിവരങ്ങളിൽ കേൾപ്പിക്കാം. ഈ പകൽക്കാലം ദൈവാത്മാവെ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിച്ചു. ദൈവം പ്രാർത്ഥന കേൾക്കും കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. എന്നാൽ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? ഒന്ന്, പാപമില്ലാത്തവരായി പ്രാർത്ഥിക്കണം. പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ ദൈവഭക്തരാണോ? യഥാർത്ഥ ഭക്തരാണെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കണം.